ഭൂമിയെ സംരക്ഷിക്കുന്ന മോൺസ്റ്റർവേഴ്സിലെ രക്ഷകൻ ഗോഡ്സില്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2-3 കൊല്ലങ്ങൾക്ക് മുന്നേ 2023 ഗോഡ്സില്ല -1 ജപ്പാനിൽ നിന്നും റിലീസാവുന്നു. ജപ്പാനിലെ ഒറിജിനൽ ഗോഡ്സില്ല കോൺസെപ്റ്റ് തന്നെ ജനങ്ങൾക്കെതിരെ വരുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് മോൺസ്റ്റർ ആയിട്ടായിരുന്നു. എന്നാൽ പിന്നീട് ഹോളിവുഡിലേക്ക് പോയി അവിടുത്തെ ഒരു രക്ഷകൻ സെറ്റപ്പായിട്ട് ഗോഡ്സില്ല മാറി കോങ്ങിന്റെ കൂടെ ടീമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വരുന്നതിന്റെ ഇടയിൽ ഗോഡ്സില്ല -1 റിലീസ് ആയത് ഒരു വലിയ ഇമ്പാക്ട് തന്നെയായിരുന്നു. അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരുക്കിയെങ്കിൽ പോലും ഒരു വമ്പൻ എക്സ്പീരിയൻസ് നൽകി. ഇവഞ്ച്വലി ഓസ്കാറിലെ ഏറ്റവും ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള അവാർഡ് വരെ ഗോഡ്സില്ലയ്ക്ക് കിട്ടി. -1 ആയിരുന്നു 2023 ഏറ്റവും അധികം കളക്ഷൻ കിട്ടിയ ഗോഡ്സില്ല സിനിമ. അതേപോലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ജാപ്പനീസ് ഗോഡ്സില്ല സിനിമയും ഇത് തന്നെ. അപ്പൊ ആ സിനിമയുടെ അവസാനം ഗോഡ്സില്ല മരിച്ചുപോയെന്നാണ് നമ്മളാരും കരുതിയെങ്കിലും ചെറിയൊരു ടൈലന്റ് സീൻ ഉണ്ടായിരുന്നു. മരിച്ചിട്ടുണ്ടാവില്ല, തിരിച്ചു വരാമെന്നൊരു ക്ലൂ ഇട്ടതുപോലെ. അന്നത് ചുമ്മാ ഇട്ടതുപോലെയാണ് തോന്നിയെങ്കിലും ഇപ്പൊ അതേ ആക്ച്വൽ സീക്വൽ വരികയാണ്, ഗോഡ്സില്ല -0. അപ്പോൾ ഗോഡ്സില്ല -0യുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗണും അതേപോലെ ഈ സിനിമയിലൂടെ ആരംഭിക്കാൻ പോകുന്ന ഗോഡ്സില്ലയുടെ സ്വന്തം ഗോഡ്സില്ല യൂണിവേഴ്സിനെ പറ്റിയിട്ടുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഷോഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഗോഡ്സില്ല -1 കാണിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കഥയായിരുന്നു. നമുക്കറിയാം അറ്റോമിക് ബോംബുകൾ വീണ് ജപ്പാൻ എത്രമാത്രം ആ ഒരു സമയത്ത് തകർന്നിരുന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1947 ഗോഡ്സില്ലയുടെ കടന്നുവരവ്. ജപ്പാൻ ആ സമയത്ത് വട്ടപൂജ്യമാണ്, സീറോയാണ്. അവിടെ ഗോഡ്സിൽ വരുന്നതോടെ സീറോയിലും താഴേക്ക് അവർ പോകുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് -1 എന്ന ടൈറ്റിൽ വന്നതും. എന്തായാലും സിനിമയിലെ നായകനായ കൊയ്ച്ചിയുടെ ധീരപ്രവർത്തനങ്ങൾ കൊണ്ട് ഇവഞ്ച്വലി ഗോഡ്സിലെ കൊല്ലാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഗോഡ്സില്ല മരിച്ചു നമ്മളെല്ലാവരും കരുതുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനം ടൈലന്റ് സീൻ കാണിക്കുന്നുണ്ട്. ഗോഡ്സില്ല വെള്ളത്തിനടിയിൽ ചെറിയ രീതിയിൽ റീജനറേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ തിരികെ വരാം എന്നൊരു പോസിബിലിറ്റി വരെ അതവിടെ തീർന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു തിരിച്ചുവരവ് പ്രോപ്പർ മൂവി ആവുന്നു. ഈ വരാൻ പോകുന്ന നവംബർ 6 ഗോഡ്സില്ല -0 റിലീസ് ആവുക. ഗോഡ്സില്ല -1 സംഭവങ്ങൾക്ക് ശേഷം 2 കൊല്ലങ്ങൾ കഴിഞ്ഞ് കിടക്കുന്ന കഥയാണ് ഗോഡ്സില്ല -0 വരുന്നത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1949 നടക്കുന്ന കഥയാണ് ഇതിലുള്ളത്. സോ നമുക്ക് ആദ്യം കാണുന്ന വിഷ്വൽസ് ഒക്കെ തന്നെ കഴിഞ്ഞ സിനിമയിൽ ഗോഡ്സില്ല ഉണ്ടാക്കിയ ആ ഒരു ഡിസ്ട്രക്ഷന്റെ ബാക്കി പത്രമാണ്. അതായത് ബിൽഡിങ്ങുകളൊക്കെ പകുതി പൊളിഞ്ഞു കിടക്കുന്നു, ജനങ്ങൾ പതിയെ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൊയ്ച്ചിയും ഫാമിലിയും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. സോ ഗോഡ്സില്ലയുടെ അറ്റാക്കിന് ശേഷം ജനങ്ങൾ പതിയെ എല്ലാം റീബിൽഡ് ചെയ്ത് ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ഗോഡ്സില്ല മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ ഗോഡ്സില്ല ഈ സിനിമയിലൂടെ തിരിച്ചു വരികയാണ്. ഗോഡ്സില്ല -1 കഥ നടക്കാൻ കാരണം അമേരിക്കൻസ് ആണ്. വേൾഡ് വാർ സമയത്തിട്ട ന്യൂക്ലിയർ ബോംബും അത് ട്രിഗർ ആയിട്ട് പിന്നീട് വന്ന ഗോഡ്സില്ലയും ഒക്കെ അമേരിക്കൻസിന്റെ പരിപാടി തന്നെയാണ്. പക്ഷെ ആദ്യത്തെ പടത്തിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഇവരെ കിട്ടാനില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ -0 ഒരു പ്രോമിനന്റ് റോളിൽ തന്നെ അമേരിക്കൻസ് ഉണ്ടാവുന്നത് കൺഫേം ആണ്. ടീസറിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇഫ് ദിയർ ഓപ്പറേഷൻ ഫെയിൽസ് മേ ബി വി വിൽ ഫൈനലി ഗെറ്റ് ടു യൂസ് ഇറ്റ്. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഗോഡ്സില്ലെ കൊല്ലാനുള്ള ഏതോ ഒരു വലിയ വെപ്പൺ ഉണ്ട്. ഇവർ ഈ വെപ്പൺ ആദ്യ സിനിമയിൽ തന്നെ യൂസ് ചെയ്യേണ്ടതായിരുന്നു. ഒബ്വിയസ്ലി ഗോഡ്സില്ല ജപ്പാൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അമേരിക്ക അടക്കമുള്ള മറ്റു വേൾഡ് രാജ്യങ്ങളെ നശിപ്പിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നത് ഒരു 3ാമത്തെ ന്യൂക്ലിയർ വെപ്പൺ ആയിരിക്കണം. നമ്മൾ റിയൽ ലൈഫ് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 3ാമതൊരു ന്യൂക്ലിയർ വെപ്പൺ കൂടെ ഹിരോഷിമ നാഗസാക്കിക്ക് ശേഷം അമേരിക്കയ്ക്ക് ഇടാൻ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജപ്പാൻ പിന്നീട് കീഴടങ്ങിയത് കൊണ്ട് അത് ഒഴിവാക്കുകയായിരുന്നല്ലോ. സോ ആ ഒരു റിയൽ ലൈഫ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഗോഡ്സില്ലെ കൊല്ലാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഒരു വലിയ വെപ്പൺ ഉണ്ടായിരുന്നു. പക്ഷെ കൊയിച്ചി ഗോഡ്സില്ലെ നേരെ പോയി കൊന്നതുകൊണ്ട് അത് യൂസ് ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സിനിമയിലൂടെ ഗോഡ്സില്ല തിരിച്ചു വരുന്നതോടെ ഈ വെപ്പൺ ഇവർ യൂസ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. 1954 ഒറിജിനൽ ഗോഡ്സില്ല ജാപ്പനീസ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അവസാനം ഗോഡ്സില്ലെ കൊല്ലാൻ യൂസ് ചെയ്യുന്നത് ഓക്സിജൻ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെപ്പൺ ആണ്. സോ ആ ഒരു വെപ്പൺ മേ ബി ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അറ്റോമിക് വെപ്പൺ എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ പേര് ഒരുപക്ഷെ ഓക്സിജൻ ഡിസ്ട്രോയർ എന്നാക്കാം, അല്ലെങ്കിൽ ആ ഒറിജിനൽ വെപ്പണിന്റെ പല എലമെന്റ്സും കൊണ്ടുവരാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇത് പറയാൻ കാരണം ഗോഡ്സില്ല -1 എന്ന് പറയുന്ന സിനിമ ഒറിജിനൽ ഗോഡ്സില്ലയുടെ ജാപ്പനീസ് സിനിമയ്ക്കുള്ള വലിയൊരു ട്രിബ്യൂട്ട് ആയിരുന്നു. സോ -0 എന്ന് സീക്വൽ വരുമ്പോൾ അതിലെ ബാക്കി എലമെന്റുകളും വന്നേക്കാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, നമ്മളൊരു പ്ലെയിൻ കാണുന്നുണ്ട് ടീസറിൽ. ഇത് ആക്ച്വലി ഒരു B-29 പ്ലെയിൻ ആണ്. അതായത് ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇടാൻ വേണ്ടി അമേരിക്ക യൂസ് ചെയ്ത ടൈപ്പ് പ്ലെയിൻ ആണ് ഇത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവരുടെ കയ്യിൽ 3ാമതൊരു ആറ്റോമിക് ബോംബ് കൂടെ ഉണ്ടെന്നുള്ള തിയറി ഈ ഒരു പ്ലെയിൻ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഗോഡ്സില്ല മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലെ ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, അതിന് മുകളിൽ വെള്ളത്തിന് മുകളിൽ കുറേ ഷിപ്സ് ഇങ്ങനെ നിൽക്കുന്നു. ഇത് ജാപ്പനീസ് ഷിപ്സിനെക്കാളും അമേരിക്കൻ ഷിപ്സ് ആവാനാണ് സാധ്യത കൂടുതൽ. നമ്മളൊരു നറേഷൻ പോലെ കേൾക്കുന്നുണ്ട്, അബൌട്ട് തേർഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ ഇവരിവിടെ കുറെ കാലമായി പല ന്യൂക്ലിയർ ടെസ്റ്റിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാലും പോസ്റ്റ് വേൾഡ് വാർ ജപ്പാനിൽ അമേരിക്കയുടെ കുറെ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
സോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലെയറിലോട്ടാണ് ഈ സിനിമയുടെ കുറേ കാര്യങ്ങൾ കാണിക്കുക. ഓൾറെഡി ഫസ്റ്റ് സിനിമയിൽ തന്നെ ഒരു ലെയർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് കുറച്ചുകൂടെ ഡീപ്പർ ആവുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇപ്പം ഗോഡ്സില്ലയുടെ മോൺസ്റ്റർവേഴ്സ് സിനിമകളൊക്കെ അമേരിക്ക ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അവിടെ അമേരിക്കൻ പ്രൊപ്പഗണ്ടയൊക്കെ തന്നെയാണ് ആ സിനിമകളിൽ വരിക. പക്ഷെ ഇവിടെ ജാപ്പനീസിലേക്ക് വരുമ്പോഴേക്കും അമേരിക്കൻസിനെ വില്ലനായിട്ട് ചിത്രീകരിക്കുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടർ തന്നെയാണ്. അങ്ങനെ വെള്ളത്തിനടിയിൽ നിന്നും ഗോഡ്സില്ല ഇതാ പൊങ്ങി വരുന്നു. അതും നമ്മൾ ഇതുവരെ കണ്ട -1 ആ ഒരു ഗോഡ്സില്ല അല്ല, മറിച്ച് ഒരു ബിഗ്ഗർ സൈസിൽ, വലിപ്പത്തിലും നീളത്തിലും എല്ലാം വളരെ വലുത്. അതായത് ഈ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് അമേരിക്കൻസ് നടത്തിയത് കൊണ്ട് ഗോഡ്സില്ല തിരിച്ച് ജീവനോടെ വന്നു എന്ന് മാത്രമല്ല, പഴയതിനേക്കാളും 10 മടങ്ങ് പവറും വലിപ്പവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കൊയ്ച്ചിയുടെ ഫാമിലിയെ കാണാം, നോറിക്കോയെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യ സിനിമയുടെ ഏറ്റവും അവസാനം നോറിക്കോ മരിച്ചിട്ടില്ല എന്ന് റിവീലായിരുന്നു. ആ സമയത്ത് തന്നെ നോറിക്കോയുടെ കഴുത്തിൽ ഒരു ചെറിയ പാടുണ്ടായിരുന്നു. ഇത് ഗോഡ്സില്ലയുമായിട്ട് ഡയറക്റ്റ്ലി കണക്ഷൻ ആവുന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ തിയറീസ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിനിമയിലോട്ട് വരുമ്പോൾ അത് സത്യമാകുമോ, എന്താകും കണക്ഷൻ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കൊയ്ച്ചി ഒരു പ്ലെയിനിൽ പറക്കുന്നതാണ്. പക്ഷേ കൊയ്ച്ചി പറക്കുന്ന സമയത്ത് എന്തോ ഒരു അപാകതയുണ്ട്, ലൈക്ക് ഗ്രാവിറ്റിക്ക് എന്തോ കുഴപ്പങ്ങളുണ്ട്. ഗോഡ്സിലയുടെ ബ്ലൂ റേഡിയേഷനിൽ ഇയാൾ സറൗണ്ടഡുമാണ്. പക്ഷെ ഗോഡ്സിലയ്ക്ക് ആന്റി ഗ്രാവിറ്റി പവേഴ്സ് ഇല്ല എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ എന്താകും ഇതിന് കാരണമാകുക? സ്പേസ് ഗോഡ്സില പറയാവുന്ന ഒരു റീസൺ ആണെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന മോൺസ്റ്റർവേഴ്സിൽ നെക്സ്റ്റ് സിനിമ, അതായത് 2027 റിലീസ് ആവാൻ പോകുന്ന സൂപ്പർനോവയിൽ സ്പേസ് ഗോഡ്സിലയാണ് മെയിൻ വില്ലൻ. അപ്പോൾ അടുപ്പിച്ച് 2 വർഷം വരുന്ന 2 സിനിമകൾ എന്തായാലും ഒരേ വില്ലനെ കൊണ്ടുവരില്ല. ഇവിടെയാണ് ഗിഡോറയുടെ കടന്നുവരവ്. ഗോഡ്സില്ല -1 എന്ന ടൈറ്റിലിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ജപ്പാൻ ഓൾറെഡി അറ്റോമിക് ബോംബുകളും ലോകമഹായുദ്ധവും കാരണം സീറോയിൽ നിൽക്കുന്ന ഒരു സമയം, ഗോഡ്സില്ല വന്നതോടുകൂടി സീറോയ്ക്കും താഴെ പോയി -1 എന്നൊരു അവസ്ഥയാവും. ഇത് സെക്കൻഡ് പാർട്ടിലെ -0 എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് റിയലി ഉള്ളൊരു നമ്പർ അല്ല. -0 വരത്തില്ല, 0 is 0, അതിൽ പ്ലസും മൈനസും ഒന്നുമില്ല, ഒരേ ഒരു 0 ആണുള്ളത്. സോ -0 എന്ന് പറയുന്നത് തന്നെ അതുവരെ നമ്മൾ കാണുന്ന റിയൽ ലൈഫിലെ പല കാര്യങ്ങളും തച്ചുടയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ മോൺസ്റ്റർ സീറോ എന്നാണ് ഗിഡോറയുടെ വെളിപ്പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് നമ്മുടെ ഭൂമിയിലെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ലോസ് ഒക്കെ ഡിഫൈ ചെയ്യുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്, മോൺസ്റ്ററാണ് ഈ ഗോഡ്സില്ലയുടെ എതിരാളിയായിട്ട് വരുന്ന ഗിഡോറ. അപ്പം അതുകൊണ്ട് തന്നെ ഗിഡോറ ആയിരിക്കും ഈ സിനിമയിലെ വില്ലൻ. അതേപോലെ ഗിഡോറ നമ്മൾ കാണുന്ന ഈ ഫിസിക്കൽ പ്ലെയിൻ അപ്പുറമുള്ള പല കാര്യങ്ങൾ, ഇപ്പം ഞാൻ ആന്റി ഗ്രാവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ സിനിമയുടെ ടൈറ്റിൽ -0 എന്നാക്കിയത്. അങ്ങനെ പ്രോപ്പർ ടൈറ്റിൽ കാർഡ് വരുന്നു, ഗോഡ്സില്ല -1. അതിനുശേഷം കാണിക്കുന്ന ഷോട്ടാണ് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയതും ഇന്റർനെറ്റിൽ മൊത്തം ഭയങ്കര വൈറലായതും, ഗോഡ്സില്ലയും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും. സോ ഈ ഒരു ഷോട്ടിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഗോഡ്സില്ല ചെറുതായിട്ടാണ് കാണുന്നത്, ആ ഒരു ആംഗിൾ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് എത്രമാത്രം വലുതാണ് ഗോഡ്സില്ല എന്ന് മനസ്സിലാവുന്നത്. സോ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 93 മീറ്റർ ടോളാണ്. നമ്മുടെ ഫസ്റ്റ് ഗോഡ്സില്ല -1 സിനിമയിലോട്ട് വരുമ്പോൾ 50 മീറ്റർ മാത്രമാണ് ഗോഡ്സില്ലയുടെ ആ ഒരു വലിപ്പം. അപ്പോൾ ഇവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാളും വലുതായി, പഴയതിനേക്കാളും എത്രമാത്രം വലുതായി എന്ന് ഈ ഒറ്റ ഷോട്ടിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലേക്ക് ഗോഡ്സില്ല പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ജപ്പാനിലായിരുന്നു -1 മുഴുവൻ കഥ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഗോഡ്സില്ല പോകും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ മോൺസ്റ്റർ വേഴ്സിലെ, അതായത് അമേരിക്കൻ പ്രൊഡക്ഷനിൽ വന്ന മോൺസ്റ്റർ വേഴ്സ് ആദ്യ ഗോഡ്സില്ല സിനിമ ജപ്പാനിലാണ് മെജോറിറ്റി ഓഫ് സ്റ്റോറീസ് നടക്കുന്നത്. എന്നാൽ അതേസമയം ഇപ്പോൾ മോൺസ്റ്റർ വേഴ്സിൽ നിന്ന് മാറി ഇവരുടെ ജപ്പാനിലെ ടോഹോ യൂണിവേഴ്സിലേക്ക് വരുമ്പോഴേക്കും അടുത്തൊരു ഗോഡ്സില്ല -0 സിനിമ അമേരിക്കയിൽ കഥ നടക്കുന്നു. നമുക്ക് ആകെ ജസ്റ്റ് 1 മിനിറ്റ് മാത്രമുള്ള ഒരു ഫുട്ടേജാണ് കിട്ടിയത്. സിനിമാകോൺ ഇവന്റിലാണ് ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ വിട്ടു. സോ ഇതിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഫോർമേഷൻ മാത്രമാണ് കിട്ടിയതെങ്കിലും അതിൽ നിന്ന് ഇത്രത്തോളം പറയാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എന്തായാലും അടുത്തൊരു പ്രോപ്പർ ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫോ അറിയാൻ സാധിച്ചേക്കും. എൻ്റെ ഏറ്റവും വലിയ ഗസ് നേരത്തെ പറഞ്ഞ പോലെ ഗിഡോറ തന്നെയായിരിക്കും ഇതിലെ മെയിൻ വില്ലൻ എന്നുള്ളതാണ്. അപ്പോൾ ഗിഡോറ വരുന്നതോടുകൂടി നമ്മൾ പഴയ മോൺസ്റ്റർ വേഴ്സിൽ കണ്ടതുപോലെ ഗോഡ്സില്ല വില്ലന്മാർ നന്മയാകും എന്നൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. രണ്ടുപേരും വില്ലന്മാർ തന്നെ, പക്ഷെ രണ്ടുപേരും ഒത്ത എതിരാളികളായതുകൊണ്ട് തമ്മിൽ ഏറ്റുമുട്ടുന്നു. രണ്ടുപേരെ നശിപ്പിച്ചാൽ മാത്രമേ ഭൂമിക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന രീതിയിലായിരിക്കും പോകുക. പിന്നെ ഗോഡ്സില്ല -1 ജപ്പാനിൽ മാത്രം ഒതുങ്ങിയെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും ഗോഡ്സില്ല പോയി അവിടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റോറി ആയിരിക്കണം -0 പറയാൻ പോകുന്നത്. അവിടേക്ക് ഔട്ടർ സ്പേസിൽ നിന്നും ഗിഡോറയും കൂടെ വരുന്നതോടെ ഒരു വമ്പൻ എക്സ്പീരിയൻസ് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോൺസ്റ്റർ വേഴ്സിലേക്ക് വന്നത് കിങ് ഓഫ് ദി മോൺസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഗിഡോറെ കണ്ടിട്ടില്ല. സോ അതിനുശേഷം ഇപ്പോൾ ഇത്രയും ഒരു 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഗിഡോറെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. ഈ ഗോഡ്സില്ല കോങ് അടക്കമുള്ള മാനം മുട്ടുന്ന മോൺസ്റ്റേഴ്സിനെ കൈജു എന്നാണ് ജാപ്പനീസിൽ പറയുക. ജപ്പാൻകാരാണ് കൈജു എന്നൊരു ഹോൾ സബ് ജേണർ തന്നെ വേൾഡ് വൈഡ് പോപ്പുലർ ആക്കുന്നത്. ഇപ്പോൾ അത് ഹോളിവുഡിൽ നിന്ന് മോൺസ്റ്റർ വേഴ്സ് അടക്കമുള്ള കണ്ടന്റുകളും വരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു കൈജു കണ്ടന്റ് ഇതുവരെ ഇല്ല. പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ കൈജു നോവൽ അണിയറയൊരുങ്ങുകയാണ്. അതാണ് കൈജു യുഗ.
2026 തന്നെ റിലീസാവാൻ പോകുന്ന ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത് കാന്തമലചരിതം ജഹന്നെ അടക്കമുള്ള ഹിറ്റ് നോവലുകൾ ഇറക്കിയിട്ടുള്ള എറ പബ്ലിക്കേഷൻസ് ആണ്. അതിൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, കാരണം ഈ നോവൽ എഴുതുന്നത് ഞാൻ തന്നെയാണ്. അതെ, ഇത്രയും കാലം യൂട്യൂബിൽ ഈ മോൺസ്റ്റർവേഴ്സും ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ആദ്യമായി ഞാൻ എഴുതാൻ പോകുന്ന നോവലാണ്. അത് തന്നെ ഇത്തരത്തിലൊരു കണ്ടന്റ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മോൺസ്റ്റർവേഴ്സും ടോഹോ സിനിമകളുടെയൊക്കെ റിപ്പ് ഓഫ് ആയി മാറാതെ നമ്മുടെ ഇന്ത്യയുടേതായ ഒരു യുണീക്ക് കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ നോവൽ ഈ പറഞ്ഞ പോലെ 2026 പകുതി അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും റിലീസ്. ഞാനിപ്പോൾ അതിൻ്റെ വർക്ക്സിലിരിക്കുകയാണ്. സോ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോവലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അപ്പോൾ തന്നെ വീഡിയോസിലൂടെയൊക്കെ ഇൻഫോം ചെയ്യാം. ഗോഡ്സില്ല -1 കുറിച്ചുള്ള നിങ്ങളുടെ തിയറികൾ എന്തൊക്കെയാണ്? ഇതിൽ ഗിഡോറ വരുമ്പോൾ മറ്റൊരു വില്ലനായിരിക്കും, അതേപോലെ ഗോഡ്സില്ലയുടെ ഒരു വമ്പൻ എവല്യൂഷൻ എങ്ങനെയായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്? അങ്ങനെയുള്ള അഭിപ്രായങ്ങളും തിയറികളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. കൈജുക മറക്കരുത്. കൈജുകയുടെ അപ്ഡേറ്റുകൾ ഞാൻ എന്തായാലും അപ്പം തന്നെ തന്നുകൊണ്ടിരിക്കും. സോ ഇത്തരത്തിൽ കൂടുതൽ കൈജു റിലേറ്റഡ് മാത്രമല്ല മറ്റ് മൂവി സീരീസ് കാർട്ടൂൺ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ഷോഡോ ഉണ്ടാക്കി ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജസ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡോ ടാക്കീസ്.